തൃശൂർ ആറങ്ങോട്ടുകരയിൽ വീട്ടമ്മയെ മർദ്ദിച്ച CPM നേതാവിനെതിരെ കേസ്. പ്രാദേശിക നേതാവ് ബഷീറിനെതിരെയാണ് കേസെടുത്തത്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കേസെടുത്തിട്ടും ഭീഷണി തുടരുന്നുവെന്ന് മർദ്ദനമേറ്റ ജസീല പറഞ്ഞു. എല്ലാവരടുത്തും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് രാഷ്ട്രീയമായിട്ട് CPMന്റെ തലപ്പത്ത് ആൾക്കാരനൊക്കെ ആയിട്ട് പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അക്രമങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുക ചെയ്യണത് അയാൾ. അതുപോലെ തന്നെ അയാളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്, ഞാൻ അടി വാങ്ങാൻ പോയിട്ടല്ലേ, അങ്ങനെയല്ലേ, ഞാൻ ഈ വോട്ടർ പട്ടികയിൽ എന്തുകൊണ്ട് എൻ്റെ പേര് ഒഴിവാക്കി, പഴയ മെമ്പർ പറഞ്ഞ പ്രകാരം ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്താ എനിക്ക് വെള്ളം കിട്ടാത്ത എന്താ, അതുപോലെ അത് വർഷങ്ങളായിട്ട് ജനനിധി വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ. അപ്പോൾ അതും ചോദിച്ചു. അതിനാണ് ഇങ്ങനെ മൃഗീയമായിട്ട് വളരെ ക്രൂരായിട്ട് എൻ്റെ കുട്ടീനെ എൻ്റെ ഉമ്മാനൊക്കെ അടിച്ചിട്ട് ആകെ ഇതാക്കിയിട്ടിരിക്കണം. അതിൻ്റെ ശക്തിയായിട്ടുള്ളൊരു നീതിപീഠത്തിൻ്റെ മുകളിൽ ശക്തിയായിട്ടുള്ള ഒരു പ്രതികരണം അയാൾക്ക് കൊടുത്തിട്ടേ പറ്റുള്ളൂ. കണ്ണനെ നിങ്ങളെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം. ആരും ഇല്ലാത്ത കാരണമാണ്, ഞങ്ങൾക്ക് ആരും ഞങ്ങൾ വീട്ടിൽ ആണുങ്ങൾ ചോദിക്കാനും വരാനും ഇല്ലാത്ത കാരണമാണ് അയാൾ ഇങ്ങനെ. ഈ കഴിഞ്ഞ 13-ാം തീയതി രാവിലെ 8:40 ബസ് കാത്തു നിൽക്കുകയായിരുന്നു, സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ജസീല. ഇതിനിടയിലാണ് ബഷീർ എന്ന CPMന്റെ അവിടുത്തെ നേതാവ് വരുന്നത്. വോട്ടർ പട്ടികയിൽ പേര് മാറ്റുന്നതും മറ്റു പല വിഷയങ്ങളും ഇത് സംബന്ധിച്ച പരാതിയും നൽകിയെന്നതും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പരസ്പരം സംസാരിക്കും. ഇതിനിടയിലാണ് ഒരു കയ്യേറ്റമുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ജസീലയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് ഇപ്പോൾ FIRൽ വ്യക്തമാക്കുന്നത്. വലതു ചെവിക്കും കവിളിലും ചേർത്ത് കൈകൊണ്ടടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ഉൾപ്പെടെയുള്ള വയറ്റിൽ ചവിട്ടുകൾ ഉൾപ്പെടെയുള്ള ചെയ്തു എന്നതാണ് ഇപ്പോൾ FIRലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ബഷീറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ പ്രധാനമായും ജസീല പറയുന്നത് ജാമ്യമുള്ള വകുപ്പാണ് മുഴുവൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ടാവുന്നു, തങ്ങൾ ഇനി അങ്ങനെ ജീവിക്കുമെന്ന പരാതി കൂടി ഇപ്പോൾ ജസീല ഉന്നയിക്കുന്നുണ്ട്. അതിക്രൂരമായ മർദ്ദനം നടത്തിയ ആളെ പോലീസ് രക്ഷിക്കുന്നുവെന്ന ആരോപണം കൂടി ജസീല ഉന്നയിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 13-ാം തീയതി രാവിലെയായിരുന്നു ഇത്തരമൊരു ക്രൂരമായ മർദ്ദനം നടന്നത്. ശരി, ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.